ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരയേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമി ഇതി നാമിനേ. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനേ ഗൗരകഥാധാമദായ നഗരഗ്രാമധാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ശ്രീ ശ്രീ കൃഷ്ണ ബലരാമ കീ ജയ. ശ്രീല പ്രഭുപാദ കീ ജയ. ശ്രീല ഗുരുദേവ് കീ ജയ. അപ്പോൾ ആദ്യമായിട്ട് ഗുരു മഹാരാജ് വന്നിട്ട് ഇന്നത്തെ ദിവസം എല്ലാ ക്ഷേത്രങ്ങളിലും വായിക്കാനായിട്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. തൻ്റെ ശിഷ്യഗണങ്ങളും ശിഷ്യത്വം സ്വീകരിക്കാൻ താല്പര്യമുള്ളവർ, പിന്നെ തൻ്റെ ആധ്യാത്മിക മരുമകൾ നെഫ്യൂ നീസസ് എല്ലാവർക്കും ഒരു സന്ദേശം എന്ന് പറഞ്ഞ് ഗുരു മഹാരാജ് അയച്ചിട്ടുണ്ട്. ഇന്നലെ ഗ്രൂപ്പിലൊക്കെ സർക്കുലേറ്റ് ചെയ്യും. ആരുടെയെങ്കിലും ഫോണിൽ ആ മെസ്സേജ് ഉണ്ടോ? ഫോൺ താഴെ വെച്ചിട്ടുണ്ട്. അതായത് എല്ലാ ഈ വ്യാസപൂജയോട് സംബന്ധിച്ച് തൻ്റെ ശിഷ്യന്മാർക്കും ശിഷ്യത്വം സ്വീകരിക്കാൻ പോകുന്നവർക്കും ശിഷ്യന്മാരുടെ ശിഷ്യന്മാർക്കും പിന്നെ ഗുരു മഹാരാജിൻ്റെ ഗുരുദേവന്റെ ദൈവ സഹോദരന്മാരുടെ ശിഷ്യന്മാർ എന്ന് വെച്ചാൽ മക്കളല്ല മരുമക്കൾ, അങ്ങനെ എല്ലാവർക്കും വേണ്ടി എന്ന് പറഞ്ഞ് ഇന്നലെ ഒരു മെസ്സേജ് അയച്ചു. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ആധ്യാത്മിക മക്കൾക്കും മരുമക്കൾക്കും മീൻസ് മറ്റുള്ള പ്രഭുപാദരുടെ പ്രഭുപാദരുടെ പരമ്പരയിൽ ദീക്ഷിതർക്കും ഒത്തുചേർന്നിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ പ്രണാമവും എൻ്റെ അനുഗ്രഹവും സ്വീകരിച്ചാൽ. ശ്രീല പ്രഭുപാദ കീ ജയ. ഞാൻ ഈ സന്ദേശം മായപ്പൂർ ചന്ദ്രോദയ ചന്ദ്രോദയ ക്ഷേത്രത്തിലിരുന്നാണ് അയക്കുന്നത്. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി വ്യാസപൂജ ഉത്സവം സംഘടിപ്പിച്ചതിലും അതിൽ ഒത്തുകൂടിയതിലും ഞാൻ
നന്ദിയുള്ള വ്യക്തിയാണ്. ഇത് കമാദ ഏകാദശി വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. ഈ ഏകാദശി ഒരു വ്യക്തിയുടെ എല്ലാ ആധ്യാത്മിക ആഗ്രഹങ്ങളെയും സഫലീകരിക്കും. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിച്ചു കൊള്ളുന്നു. നിങ്ങളുടെ ഓരോ വ്യക്തിയുടെ ഹൃദയത്തിലും കൃഷ്ണപ്രേമം ഉണരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊള്ളുന്നു. ഈ ജന്മത്തിൽ കൃഷ്ണാവബോധം സിദ്ധിച്ചതിൽ നമ്മൾ എല്ലാവരും ഭാഗ്യവാന്മാരാണ്. ഈ ഭൗതിക ലോകത്തിൽ സുഖവും ദുഃഖവും മാറി മാറി വരുന്നുണ്ട്. പക്ഷേ ആധ്യാത്മിക ലോകത്തിൽ ദുഃഖമേ ഇല്ല, വ്യാകുലതയില്ല, വിഷമമില്ല, സുഖം മാത്രം, ആനന്ദം മാത്രമേ ഉള്ളൂ. ഈ മുഴുവൻ ലോകത്തേക്കും ചൈതന്യ മഹാപ്രഭു ഭക്തിയുടെ ഭണ്ഡാരം വിതരണം ചെയ്യാനായിട്ട് എത്തി. അത് ശ്രീല പ്രഭുപാദരിൽ കൂടെ ഈ ലോകത്തിൽ ചൈതന്യ മഹാപ്രഭു എത്തിച്ചു. ശ്രീകൃഷ്ണ ഭഗവാനെ സേവിക്കുന്നതിൽ കൂടെ ഓരോ വ്യക്തിക്കും ആ അനന്തമായ ആനന്ദം അനുഭവിക്കാൻ സാധിക്കും. രൂപ ഗോസ്വാമി പറഞ്ഞു, കൃഷ്ണ എന്ന രണ്ട് വാക്ക് അനന്തവും നശ്വരവും, മീൻസ് നശിക്കാത്തതും ആനന്ദം പ്രദാനം ചെയ്യുന്നത് എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. കൃഷ്ണ എന്ന വാക്കിന്റെ അർത്ഥം അനന്തമായ ആനന്ദം. അത് ഗുരു മഹാരാജ് ബംഗാളി ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. ആനന്ദേര സീമാ നഹി എന്ന് വെച്ചാൽ ഈ ആനന്ദത്തിന് അതിരുകളില്ല എന്നാണ്. പ്രഭുപാദരുടെ കാരുണ്യം കൊണ്ട് നമുക്ക് എല്ലാവർക്കും കൃഷ്ണാവബോധം ലഭിച്ചു. ശ്രീല പ്രഭുപാദർ എനിക്ക് അനേകം നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ഒന്ന് പ്രധാനപ്പെട്ടത് പ്രചരണം, അനന്തമായി പ്രചരണം വളർത്തുക, വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് എനിക്ക് ശാരീരികമായി പരിമിതികളുണ്ട്. നിങ്ങൾ എല്ലാവരുടെയും സഹായം ഞാൻ അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. പ്രഭുപാദരുടെ ഈ നിർദ്ദേശങ്ങൾ പൂർത്തീകരിക്കാൻ നിങ്ങളുടെയൊക്കെ സഹായം എനിക്ക് വേണം. നമ്മൾ എല്ലാവരും ഒത്തൊരുമിച്ച് സേവനം അനുഷ്ഠിച്ചാൽ മാത്രമേ ഈ ആനന്ദപ്രദായം ചെയ്യുന്ന ഈ പ്രസ്ഥാനത്തിനെ വളർത്താൻ സാധിക്കുകയുള്ളൂ. ശ്രീല പ്രഭുപാദർ തന്റെ അനുയായികൾ എല്ലാവരും ഗുരുവാകണം എന്ന് ആഗ്രഹിച്ചു. ഒരു വിദ്യാർത്ഥി എന്നേക്കും വിദ്യാർത്ഥിയായി തന്നെ തുടരാൻ സാധിക്കില്ല. വിദ്യാർത്ഥി ഒരു ദിവസം അധ്യാപകനാകണം. പ്രഭുപാദർ ഒരിക്കൽ പറഞ്ഞു, ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ ആയിരങ്ങൾ, ലക്ഷങ്ങൾ, കോടിക്കണക്കിന് ആചാര്യന്മാർ ഉണ്ടാക്കിയെടുക്കണം എന്ന് പറഞ്ഞു. ഇത് വളരെ ലളിതമായ ഒരു കാര്യമാണ്. ഈ രഹസ്യം നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും. പ്രഭുപാദർ എന്താണോ പഠിപ്പിച്ചത് അത് അതുപോലെ നമ്മൾ ഇനിയൊരാൾക്ക് പഠിപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. ഈ രീതിയിൽ കൂടെ നമ്മൾ എല്ലാവർക്കും ചൈതന്യ മഹാപ്രഭുയുടെ കരങ്ങളിൽ കരിമികളായി മാറാൻ സാധിക്കും. ഇത് ശക്തമായി ചെയ്യാൻ നമ്മൾ എല്ലാവരും പ്രഭുപാദരുടെ ഗ്രന്ഥങ്ങൾ നിരന്തരം വായിക്കണം. ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതം, ചൈതന്യ ചരിതാമൃതം. ഞാൻ എൻ്റെ ഭക്തിശാസ്ത്രി പൂർത്തീകരിച്ചു, ഭക്തി വൈഭവ് പൂർത്തീകരിച്ചു. ഇപ്പോൾ ഭക്തി വേദാന്ത പഠനത്തിലാണ്. എല്ലാവർക്കും ഒരു മാതൃകയായിരിക്കട്ടെ എന്ന് ഞാൻ പഠിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് ഭക്തി സാർവഭൗമ പഠനത്തിലും കൂടെയാണ് ഞാൻ. നിങ്ങളിൽ ഓരോരുത്തരും ഈ ഗ്രന്ഥങ്ങൾ പഠിക്കുകയും ഈ ബിരുദുകൾ നേടുകയും വേണം. ബോത്ത് മെൻ ആൻഡ് വുമൻ, പുരുഷനും സ്ത്രീജനങ്ങളും. പലപ്പോഴും ഭക്തന്മാർ എൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് അങ്ങയെ എങ്ങനെ പ്രീതിപ്പെടുത്താൻ സാധിക്കും? അതിന്റെ ഉത്തരം വളരെ ലളിതമാണ്. പ്രഭുപാദരുടെ പ്രസ്ഥാനത്തെ പൂർത്തീകരിക്കുക, സേവിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ദൗത്യമായി മാറ്റി തീർക്കുക.
ഈ കൃഷ്ണാവബോധം പരമ ആനന്ദമാണ്. അതിനെ കാണുന്ന ഏവർക്കും വിതരണം ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതിലൂടെ ചൈതന്യ മഹാപ്രഭുവിന്റെയും പ്രഭുപാദരുടെയും അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട അനുഗ്രഹം കിട്ടുന്ന ഒരു വ്യക്തിയായി മാറും. ദീക്ഷയെടുക്കുന്ന ഭക്തർ 16 മാല ദിവസവും ജപിക്കാം എന്ന് സങ്കല്പമെടുക്കാറുണ്ട്. 4 യമനിയമങ്ങൾ പാലിക്കാം എന്ന് സങ്കല്പമെടുക്കാറുണ്ട്. അതോടൊപ്പം ശ്രീല പ്രഭുപാദരുടെ പ്രസ്ഥാനത്തിനെ സേവിക്കാൻ, പ്രഭുപാദരുടെ നിർദ്ദേശങ്ങളെ സേവിക്കാൻ എന്നെ സഹായിക്കണം എന്നുള്ള ഒരു സങ്കല്പം കൂടെ എടുക്കുക. ഞാൻ നിങ്ങളെ നിർബന്ധിക്കുകയാണ്, അതിവേഗത്തിൽ നിങ്ങൾ ഓരോരുത്തരും ഈ പറഞ്ഞ സങ്കല്പങ്ങളെ സ്വീകരിക്കുക. അതായത് 16 മാല ജപിക്കുന്നതും 4 യമനിയമങ്ങൾ പാലിക്കുന്നതും പ്രഭുപാദരുടെ പ്രസ്ഥാനത്തിനെ സേവിക്കുന്നത്. മാത്രമല്ല, നിങ്ങളുടെ പരിശീലനത്തിൽ നിങ്ങൾ പക്വതയും അതിൽ അത്രയധികം താല്പര്യവും കാണിക്കണം. ആ രീതിയിൽ കൂടെ കൃഷ്ണാവബോധത്തിന്റെ രുചി നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. അതിലൂടെ ഭഗവാന്റെ ആധ്യാത്മിക ലോകത്ത് തിരിച്ച് എത്താനും സാധിക്കും. ഈ വ്യാസപൂജ വേളയിൽ ഞാൻ നിങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു കൊള്ളുന്നു. ഈ നിർദ്ദേശങ്ങളെ നിങ്ങൾ ഹൃദയത്തിൽ ഏറ്റെടുക്കുക. ചൈതന്യ മഹാപ്രഭുവാണ് അവതാരങ്ങളുടെ തന്നെ കിരീടമായി തിളങ്ങുന്നത്. ആ പ്രസ്ഥാനത്തിൽ മാർഗത്തിലൂടെ ഓരോരുത്തർക്കും ശുദ്ധമായ ആനന്ദം ലഭിക്കും. വളരെ നന്ദി. നിങ്ങൾ ഏവരുടെയും അഭ്യുദയകാംക്ഷി ജയപ്രതാപ സ്വാമി. പരമപൂജ്യ ജയപ്രതാപ സ്വാമി ഗുരുദേവ്ക്ക്. അപ്പോ ഇപ്പോൾ ഗുരു മഹാരാജ് വന്ന് നിരന്തരം ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോ ഒരു മധുരയിൽ കഴിഞ്ഞ ആഴ്ച ഒരു 3 ദിവസം ശിഷ്യന്മാരുടെയും ഭക്തജനങ്ങളുടെയും ഒരു മഹാസമ്മേളനം നടന്നു. ഏകദേശം 4000-ഓളം ഭക്തര് അതിൽ പങ്കെടുത്തു. ആ ഒരു പരിപാടിയിൽ ഗുരു മഹാരാജ് പറഞ്ഞത്, ഞാൻ പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ പറയാനുള്ളത് എൻ്റെ പ്രഥമ ശിഷ്യന്മാരിൽ കൂടെയും അത് കേൾക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. ഈ 2 ദിവസം മധുരയിൽ കൂടി നിൽക്കുന്ന 2 ദിവസം എന്ന് പറയുന്നത് എൻ്റെ നിർദ്ദേശങ്ങൾ എനിക്ക് നേരിട്ട് പറയാനുള്ളത് കേൾക്കാൻ വേണ്ടിയാണ് എന്നാണ്. അതിൽ എനിക്ക് പ്രത്യേകിച്ച് വിഷമം ഉണ്ടാക്കിയ ഒരു കാര്യം, തിരുവനന്തപുരത്ത് നിന്ന് 110ഓളം ഭക്തർ വന്നു. അവരെല്ലാവരും മധുരൈ മീനാക്ഷി ക്ഷേത്രം, കൂടലളക, കല്ലളക 2 ദിവസം ചുറ്റി ദർശനം കഴിഞ്ഞ് പ്രസാദം കഴിച്ച് തിരിച്ചു. വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ് ആ 2 ദിവസവും അവിടെ ഇരുന്ന് മുഴുവനും കേട്ടത്. നമ്മൾ എന്തിനാ പോകുന്നത്, അതിൻ്റെ ഫലം അവിടെ ലഭിക്കാതെ പോകും. നിങ്ങൾ എല്ലാവരും ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ ഉപദേശാമൃതം എന്നൊരു പുസ്തകം കണ്ടിട്ടുണ്ടാകും. ആ പുസ്തകം 1974-72 പ്രഭുപാദർ വൃന്ദാവനത്തിൽ കൊടുത്ത 10 പ്രസംഗം, 10 പ്രഭാഷണമാണ് ഉപദേശാമൃതം എന്ന പുസ്തകമായി രൂപം എടുത്തത്. ഇപ്പൊ ഇവിടെ നടക്കുന്ന സെഷൻ പ്രധാനമായും ദീക്ഷയെടുത്ത ശിഷ്യഗണങ്ങൾക്കും ദീക്ഷയെടുക്കാൻ പോകുന്ന ശിഷ്യന്മാർക്കും അങ്ങനെയുള്ള ഭക്തർക്കാണ്. കാരണം ഈ വേദിയിൽ എനിക്ക് കുറച്ച് പുതിയ ആൾക്കാരെ കാണാൻ സാധിക്കുന്നു. ചിലപ്പോൾ അവർക്ക് ഞാൻ പറയുന്നത് ഒരു കണക്ഷനും ഉണ്ടാവില്ല, പുതിയ ആൾക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മുഴുവനും
ഗുരു ശിഷ്യ ബന്ധത്തിനെ കുറിച്ചാണ്. അപ്പൊ പ്രഭുപാദർ തന്ന നിർദ്ദേശമാണ് ഉപദേശാമൃതം എന്ന പുസ്തകമായി രൂപം കൊണ്ടത്. ദിവസവും രാവിലെ പ്രഭുപാദർ 1-1.5 മണിക്കൂർ വൃന്ദാവനത്തിൽ പ്രഭാഷണം നടത്തി. ഒരു ദിവസം നോക്കിയപ്പോ ആളുകളെ കാണാനില്ല. അപ്പൊ ചോദിച്ചു, സെക്രട്ടറി എടുത്ത് ശിഷ്യന്മാർ എവിടെ പോയി എന്ന് പറഞ്ഞു. ഉടനെ സെക്രട്ടറി പറഞ്ഞു, എല്ലാവരും വൃന്ദാവനം ചുറ്റിക്കാണാൻ പോയി. പ്രഭുപാദന് കുറച്ച് വിഷമം ഉണ്ടാക്കി. വൃന്ദാവനത്തിനെ, ഭക്തിയെ ഒരു ആചാര്യന്റെ കാഴ്ചപ്പാടിൽ കൂടെ കണ്ടാൽ മാത്രമേ മനസ്സിലാവൂ. നമ്മളായിട്ട് ചെന്ന് കണ്ടാൽ വൃന്ദാവനത്തിൽ ഒന്നും മനസ്സിലാവില്ല. എത്രയോ ആൾക്കാർ വൃന്ദാവനത്തിൽ പോകാറുണ്ട്, വരാറുണ്ട്. എന്ത് കണ്ടു? നിങ്ങൾ പ്രേം മന്ദിർ കണ്ടു, കുറെ പന്നികളെയും കഴുതകളെയും കണ്ടു, അത് കണ്ടു, ഇത് കണ്ടു. ഒരു ഗുരുവിന്റെ, ആചാര്യന്റെ കാഴ്ചപ്പാട്, വീക്ഷണത്തിൽ കൂടെ കണ്ടാൽ മാത്രമേ ഇത് മനസ്സിലാവൂ. അപ്പോ ഈ മധുരയിൽ നടന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട, അതായത് ഗുരു മഹാരാജ് തന്റെ അഭിലാഷങ്ങൾ പറയുകയാണ്. ചിലത് അദ്ദേഹം നേരിട്ട് പറഞ്ഞു, പിന്നെ ഓരോ വിഷയവും മറ്റുള്ള ശിഷ്യഗണങ്ങളിൽ കൂടെ പറയിച്ചു. അതായിരുന്നു അവർ 2 ദിവസം തുടർന്ന് നടന്നത്. അപ്പൊ ആരെങ്കിലും അവിടെ വന്നില്ല, പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ, അല്ല വന്നിട്ട് ചുറ്റാൻ പോയവരാണ്, സത്സംഗം കേട്ടില്ല എന്നുള്ളവരുണ്ടെങ്കിൽ, ഗുരു ആജ്ഞ എന്ന് പറഞ്ഞിട്ട് അതെല്ലാ റെക്കോർഡിങ്ങും യൂട്യൂബില് അവൈലബിൾ ആണ്. അത് കേൾക്കണം. ഒരു കാര്യം ഞാൻ പറയാം, ഗുരു മഹാരാജ് പറഞ്ഞത്, എനിക്ക് ശാരീരിക സുഖമില്ല. നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. 2008 ഗുരു മഹാരാജിന് സ്ട്രോക്ക് ബാധിച്ചു. ഇപ്പൊ 10-15 വർഷത്തോളാണ്. അപ്പോ ഇപ്പോഴും വീൽ ചെയറിലാണ് ഗുരു മഹാരാജ്. ചിലപ്പോൾ ഞാൻ ഈ വേദിയിൽ പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. ബോഡി ഫുള്ളും ഡെഡ് സോഴ്സ് ആണ് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ബാക്കിലെല്ലാം. കാരണം 24 മണിക്കൂറും ഇരിക്കുന്നു അല്ലെങ്കിൽ കിടക്കുന്നു. ഗുരു മഹാരാജിന് ഇരിക്കാൻ പറ്റില്ല, അത്രയ്ക്കും ഡെഡ് സോഴ്സ് ആണ് ബാക്കിലെല്ലാം. അദ്ദേഹം വന്ന് 1 മണിക്കൂർ ഒരു കസേരയിൽ ഇരുന്ന് ക്ലാസ് എടുക്കാണ് എന്ന് വെച്ചാൽ ആ ശരീരത്തിൽ എത്രമാത്രം വേദനയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 7-8 തവണ മരണത്തിന്റെ മുഖത്ത് ചെന്നിട്ട് തിരിച്ചു വന്നു. അതായത് ഡോക്ടേഴ്സൊക്കെ കൈയൊഴിഞ്ഞു. ശരീരത്തിൽ 60% പ്രവർത്തനരഹിതമാണ്. ഈ കൺപോള പ്രവർത്തിക്കില്ല. ഇടതുവശം ഈ ജോ ചവയ്ക്കാൻ പറ്റില്ല. ഈ ചെവിയിൽ കേൾവിയില്ല. ഈ ഒരു കണ്ണില് കാഴ്ച കുറവാണ്. ശരീരത്തില് കിഡ്നി വർക്കിംഗ് അല്ല. ലിവറും കിഡ്നിയും 6 കൊല്ലം മുമ്പേ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തതാണ്. ഭാരതത്തിലെ വെച്ച് ഏറ്റവും ടോപ്പായിട്ടുള്ള ഡോക്ടേഴ്സ് ഇന്ത്യയിലെ ദ ബെസ്റ്റ് ഹോസ്പിറ്റലിൽ ചെയ്തതാണ്. അവർ തന്നിരിക്കുന്ന ഗ്യാരണ്ടി എന്ന് പറയുന്നത് 5 വർഷം. ഇതിപ്പോ 7ാമത്തെ വർഷമായി. അതുകൊണ്ട് ഒന്നും പ്രവർത്തിക്കുന്നില്ല. ഓരോ 3ാമത്തെ ദിവസവും ഡയാലിസിസ് ചെയ്യാം. അപ്പൊ ഓരോ തവണയും മരണത്തിന്റെ വക്കിൽ ചെന്നിട്ട് പല ജ്യോത്സ്യന്മാരെ കണ്ടു കഴിഞ്ഞു. എല്ലാവരും പറഞ്ഞു, ഇദ്ദേഹം മരിച്ച വ്യക്തിയാണ്, സമാധിയായ ഒരു സന്യാസിയാണ്, ഇനി ഈ ശരീരത്തിൽ ജീവൻ നിലനിൽക്കില്ല. അപ്പൊ ഓരോ തവണ ഗുരു മഹാരാജ് കോമയിൽ പോകാറുണ്ട്, ICUവിൽ 10-12 തവണ കിടക്കാറുണ്ട്. ഒരു തവണ കോമയിൽ പോയപ്പോ ICUവിൽ 2-3 മാസം കിടന്നപ്പോ ഒരു സന്യാസി വന്ന് പറഞ്ഞു, അദ്ദേഹം കോമയിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം പറഞ്ഞു, അന്ന് ഹോസ്പിറ്റലിൽ കോമയിലായിരുന്നു, ഞാൻ 2 വട്ടം അങ്ങേ വന്ന് കണ്ടിരുന്നു, ഞാൻ എൻ്റെ പ്രണാമങ്ങൾ അർപ്പിക്കാം. ഉടനെ ഗുരു മഹാരാജ് പറഞ്ഞു, അല്ല, അന്ന് 3 വട്ടം വന്നു, അതിന് വളരെ നന്ദി. ആ സന്യാസിക്ക് വളരെ ആശ്ചര്യമായി. അതോടെ
കേട്ടിരുന്ന ഭക്തർക്കും മനസ്സിലായി, ഞാൻ ഈ ശരീരമല്ല എന്ന് പൂർണ്ണമായി ബോധ്യമായ സാക്ഷാത്കരിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെ പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. മാത്രമല്ല, ഇങ്ങനെ ഒരു ശരീരത്തിനകത്ത് കുടികൊള്ളുകയും അപ്പൊ ഓരോ തവണ മരണത്തിന്റെ വക്കിൽ പോകുമ്പോഴും തിരിച്ചു വരുമ്പോൾ ശിഷ്യന്മാർ ചോദിക്കാറുണ്ട്, അങ്ങ് 2 മാസം ചലനമില്ലാതെ ആശുപത്രിയിലായിരുന്നു, എന്തായിരുന്നു അങ്ങയുടെ അനുഭവം? അങ്ങ് 15 ദിവസം ICUവിൽ ചലനമില്ലാതെ ഇരുന്നു, ഒരു അനക്കമില്ല, എന്താണ് അനുഭവം? അപ്പൊ ഒരു തവണ ഗുരു മഹാരാജ് പറഞ്ഞു, ഞാൻ പ്രഭുപാദരെ കണ്ടു, എനിക്കും പ്രഭുപാദർക്കും നടുക്ക് നടന്ന സംഭാഷണം വേറെ ആരെടുത്തും പറയരുത് എന്ന് പ്രഭുപാദർ പറഞ്ഞു എന്ന്. അങ്ങനെ ഒരു തവണ ഇനിയൊരു വട്ടം ചോദിച്ചപ്പോ പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവ സഹോദരന്മാർ, എനിക്ക് മുമ്പേ സമാധിയായ ദൈവ സഹോദരന്മാരെയൊക്കെ കണ്ടു, അവരെന്റെ അടുത്ത് പറഞ്ഞു, ഇനിയും എന്തിനാ ഇത് പിടിച്ചുകൊണ്ടിരിക്കുന്ന, വിട്ടൂടെ എന്ന് ചോദിച്ചു. തന്ന നിർദ്ദേശം ഞാൻ പൂർത്തീകരിച്ചില്ലല്ലോ. ഇനിയൊരു വട്ടം ഇതുപോലെ ICUവിൽ 15 ദിവസം 20 ദിവസം കോമയിൽ പോയപ്പോ പ്രഭുപാദരെ കണ്ടു. പ്രഭുപാദർ എന്നെ വന്ന് ഭക്തിസിദ്ധാന്ത സരസ്വതി പരമാചാര്യൻ ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന് എന്നെ പരിചയപ്പെടുത്തി. വിശ്വാസമില്ലാത്തവർക്ക് വിശ്വസിക്കണം, പക്ഷേ ഇതെല്ലാം കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളെല്ലാവരും ഈശ്വരന്റെ അംശമാണ്. ഭഗവാൻ ഗീതയിൽ പറയുന്നു, മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന, ഓരോ ജീവജാലവും എന്റെ അംശമാണെന്ന് ഭഗവാൻ പറയുന്നു. നമ്മൾ ഈ ശരീരത്തിനകത്ത് കുറച്ചു കാലം വാടകയ്ക്ക് വന്ന് താമസിക്കുന്നവരാണ്. ആ വാടകക്കാലം തീരുമ്പോൾ നമ്മൾ എല്ലാവരും ഈ വാടക വീട് ഒരു ദിവസം ഉപേക്ഷിച്ചിട്ട് പോകണം. ഇതിൽ അധികകാലം ആർക്കും നിൽക്കാൻ സാധിക്കില്ല. ആ സമയം ആകും എല്ലാവരും പോയേ പറ്റും. പക്ഷേ ഗുരുമഹാരാജ് ചില നിർദ്ദേശങ്ങൾ പ്രഭുപാദർ തന്നത് ജീവിതത്തിൽ ശിരസാ വഹിച്ച് അത് പൂർത്തീകരിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഈ മധുരയിൽ നടന്ന ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് മുഴുവൻ അതിനെ ബേസ് ചെയ്തായി. ഗുരുമഹാരാജ് പറഞ്ഞു, എനിക്ക് 60-ൽ കൂടുതൽ നിർദ്ദേശങ്ങളാണ് പ്രഭുപാദർ തന്നത്. അതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന്, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ എന്റെ ശിഷ്യന്മാരെ അത് പൂർത്തീകരിക്കാൻ സഹായിച്ചു കഴിഞ്ഞാൽ അതിൽ പരമാനന്ദം ഒളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ അതില് ഒരു ചില പ്രധാന 60 നമ്മളിവിടെ ചർച്ച ചെയ്യുന്നില്ല, ഒരു 4-5 പ്രധാന കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യും. അതിൽ ആദ്യം പറഞ്ഞത്, എന്റെ ശിഷ്യന്മാരും ഭക്തജനങ്ങൾ എല്ലാവരും ഈ ജന്മത്തിൽ തന്നെ കൃഷ്ണപ്രേമം നേടണം. ഇതായിരുന്നു ആദ്യത്തെ ആഗ്രഹം ഗുരുമഹാരാജ്. അതിന് നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. 16 മാല ജപം കൃത്യമായി പാലിക്കുകയും ജപിക്കുകയും 4 യമനിയമങ്ങൾ ശരിക്കും പാലിക്കുകയും ചെയ്താൽ മതി. ബാക്കി കൃഷ്ണപ്രേമം, ഈ ജന്മത്തിൽ തന്നെ ഭഗവാന്റെ അടുത്ത് തിരിച്ചു പോകുന്ന മോക്ഷപ്രാപ്തി എന്നുള്ളത് ഉറപ്പാണ്. ഇത് പറയാൻ കാരണം ഒരു 4-5 പ്രാവശ്യം ഗുരുമഹാരാജ് പറഞ്ഞു, ഞാൻ ഈ ശരീര അസ്വസ്ഥത അനുഭവിക്കുന്നതിന് ഒരു കാരണം യോഗ്യതയില്ലാതെ ശിഷ്യന്മാർക്ക് ഞാൻ ദീക്ഷ കൊടുത്തതാണ്. കാരണം എനിക്ക് തന്നെ അറിയാം, ദീക്ഷ എടുത്തിട്ട് 16 മാല ജപിക്കാത്ത ഭക്തജനങ്ങളുണ്ട്, യമനിയമങ്ങൾ തെറ്റിക്കുന്ന ഭക്തജനങ്ങളുണ്ട്. ഇതെല്ലാം ആ അയോഗ്യനായ ശിഷ്യന് ഗുരു മന്ത്രദീക്ഷ കൊടുത്തത് കൊണ്ട് ഇതിന്റെ ഒരു പങ്ക് പാപം തീർച്ചയായിട്ടും ആരനുഭവിക്കുന്നത്? ഗുരുവാണ് അനുഭവിക്കുന്നത്. പ്രഭുപാദർ പറഞ്ഞു, ഒരു തവണ ഒരു ശിഷ്യൻ പ്രഭുപാദരുടെ അടുത്ത് ചോദിച്ചു, ഒരാൾ ദീക്ഷയെടുത്ത് 16 മാല ജപിച്ചില്ലെങ്കിൽ എന്താ? പ്രഭുപാദർ പറഞ്ഞു, അവനെ കുറിച്ച് സംസാരിക്കേണ്ട, അവൻ ഒരു ജെന്റിൽമാൻ പോലും അല്ല. ഒരു ജെന്റിൽമാൻ എന്ന് പറഞ്ഞാൽ പ്രഭുപാദർ ചില കാര്യം പറഞ്ഞു. എന്തൊക്കെയാണ്? അയാളെ വിഷ് ചെയ്താൽ അതുപോലെ തിരിച്ചു വിഷ് ചെയ്യും. ഇപ്പൊ നമ്മളെ കണ്ടിട്ട് ഒരാളെ ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞു,
ചിലർക്ക് മുഖം തിരിച്ച്. അതൊരു പ്രഭുപാദ ചില കാര്യം, സിമ്പിൾ കാര്യം പറഞ്ഞു. ചിരിച്ചിട്ട് ഒരാൾ നമസ്കാരം എന്ന് പറഞ്ഞാൽ തിരിച്ചു, അതൊരു ജെന്റിൽമാൻഷിപ്പാണ്. ഒരു കത്ത് വന്നു കഴിഞ്ഞാൽ, ഒരു സന്ദേശം വന്നു കഴിഞ്ഞാൽ അത് എത്ര വലുതോ ചെറുതോ അതിനൊരു മറുപടി അയക്കുക, അതൊരു ജെന്റിൽമാൻഷിപ്പാണ്. എല്ലാവരുടെ മുമ്പേ വെച്ച് എൻ്റെ അടുത്ത് 16 മാല ജപിച്ചു കൊള്ളാം എന്ന് വാക്ക് തന്നു, അത് പാലിച്ചാൽ അതൊരു ജെന്റിൽമാൻഷിപ്പാണ്. അതുപോലും ചെയ്തില്ലെങ്കിൽ അവൻ സംസ്കാരമുള്ള വ്യക്തിയല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ 16 മാല ജപം, 4 യമനിയമങ്ങൾ പാലിക്കുക എന്നുള്ളത് ഇതാണ് ഗുരുമഹാരാജ് പറഞ്ഞ ആദ്യത്തെ കാര്യം. ഈ ജന്മത്തിൽ തന്നെ നിങ്ങൾ എല്ലാവരും കൃഷ്ണാവബോധം നേടി മോക്ഷപ്രാപ്തിയിലേക്ക് എത്തണം എന്നുള്ള കാര്യം. ഇത് കൃത്യം ചെയ്താൽ മതി. പ്രഭുപാദർ നമുക്ക് തന്നിട്ടുള്ളത് ശരിക്കും പാലിച്ചാൽ മതി. ഓരോ വ്യക്തി ശുദ്ധഭക്തനാവുകയും ഓരോ ഗ്രഹസ്ഥൻ പരമഹംസനാവുകയും ചെയ്യും എന്ന് പറഞ്ഞു. ഇത് 2 വാക്കും ഗുരുമഹാരാജ് പറഞ്ഞ വാക്കാണ്. അതായത് ഈ 4 യമനിയമങ്ങൾ ശരിക്കും പാലിക്കുകയും 16 മാല ജപം കൃത്യം ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അവൻ ശുദ്ധഭക്തനാവുകയും ഓരോ ഗ്രഹസ്ഥരും എന്തായിത്തീരും? പരമഹംസരായി മാറിത്തീരും. പിന്നെ അടുത്തത് പറഞ്ഞത്, പ്രഭുപാദർ എനിക്ക് തന്ന നിർദ്ദേശം എന്ന് പറയുന്നത് കൃഷ്ണാവബോധം അനന്തമായി പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം കലികാലത്തിന്റെ കാഠിന്യം, അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേ വേണ്ട, എല്ലാവർക്കും അറിയാം. ഇപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ ഡ്രഗ്സിന്റെ എന്താ പറയാ ഉപയോഗിക്കുന്നതും അതിൻ്റെയൊക്കെ ഒരു അഴിഞ്ഞാട്ടം നടക്കുന്ന കാലഘട്ടം. ഇത് ഒന്നുമല്ല, ഭാഗവതത്തിൽ വിശദീകരിക്കുന്നു കലികാല വിവരണം, കലിയുഗ വിവരണം. കലികാലം അങ്ങോട്ട് മൂർധന്യ അവസ്ഥയിലാകുമ്പോൾ കുടുംബം എന്ന് പറയുന്നത് ഉണ്ടാവില്ല. എല്ലാവരും ഒറ്റയ്ക്കുള്ള ജീവിതമായിരിക്കും. ഒരു കുടുംബത്തിലും ഗ്രഹനാഥൻ ഉണ്ടാവുകയില്ല, ഭർത്താവ് ഉണ്ടാവുകയില്ല, പത്നി ഒറ്റയ്ക്ക്, ഭർത്താവ് ഒറ്റയ്ക്ക്, മക്കള് അനാഥരായി, രാജാക്കന്മാരെല്ലാം ചൂഷണം ചെയ്യുന്നവരായി, ക്ഷേത്രങ്ങളെല്ലാം കച്ചവട സ്ഥാപനങ്ങളായി, ആധ്യാത്മിക വ്യക്തികളെല്ലാം വഞ്ചിക്കുന്നവരായി ഒക്കെ മാറിത്തീരും എന്ന് കലികാലത്തിനെ കുറിച്ച് പറയാം. അതിലേക്ക് പോകില്ല, അധ്യായങ്ങൾ വിവരിക്കുന്നുണ്ട്. ഈ കലികാലത്തിൽ ജനങ്ങളെ രക്ഷിക്കാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത് ഈ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം മാത്രം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിൽ നമ്മളെല്ലാവരും ഗോഷ്ഠിയാണ്, അതായത് ആധ്യാത്മികം പരിശീലിക്കുന്ന ഈ 2 കൂട്ടരുണ്ട്. ഭജനാനന്ദി, ഗോഷ്ഠിയാനന്ദി. ഭജനാനന്ദി എന്ന് വെച്ചാൽ അവരുടെ ആധ്യാത്മിക ജീവിതം മാത്രം നോക്കിക്കൊണ്ട് അവർ ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരുന്ന് നാമജപം, ഗ്രന്ഥപാരായണം, അവരെ കാര്യങ്ങൾ മാത്രം നോക്കുന്നതാണ്. ഗോഷ്ഠിയാനന്ദി എന്ന് പറഞ്ഞാൽ അവരുടെ ആധ്യാത്മിക കാര്യത്തോട് മറ്റുള്ളവരുടെ കാര്യവും കൂടെ നോക്കുന്നതാണ്. നമ്മുടെ പരമ്പര, നമ്മുടെ പരിവാരം, നമ്മുടെ സമ്പ്രദായം ഗോഷ്ഠിയാനന്ദി സമ്പ്രദായമാണ്. അതിനകത്ത് ഒരാൾക്ക് ഭജനാനന്ദിയായിരുന്നു ശോഭിക്കാൻ പറ്റില്ല. ഉദാഹരണം, ഒരു സ്കൂളിൽ നീലയും വെള്ളയുമാണ് യൂണിഫോം. ഒരു കുട്ടി പറയാണ് ഞാൻ വെള്ളയും പച്ചയേ ഉടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ആ സ്കൂൾ എന്ത് ചെയ്യും? ആ കുട്ടിയെ പുറത്താക്കും. നമ്മുടെ പരിവാരം, പരമ്പര, സമ്പ്രദായം എന്ന് പറയുന്നത് ഗോഷ്ഠിയാനന്ദി. നമ്മളും പരിശീലിക്കുന്നു കൃഷ്ണാവബോധം, അതോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരെ കൂടെ അത് പരിശീലിപ്പിക്കാൻ പ്രേരിപ്പിക്കും. അപ്പോ ഇത് മെയിനായിട്ട് പറയുന്ന ഒരു നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ കൃഷ്ണാവബോധം അനന്തമായി പ്രചരിപ്പിക്കുക. ഓരോ ശിഷ്യനും ഓരോ ഭക്തനും കൃഷ്ണാവബോധം ഇനിയൊരാൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഓരോ ഭക്തനും ഭഗവാന്റെ നിർദ്ദേശം പ്രചരിപ്പിക്കുന്ന ഒരു പ്രവാചകൻ, ഒരു പ്രചാരകനാണ്.
അതിന് നിങ്ങൾ എന്ത് മാർഗം സ്വീകരിച്ചാലും കുഴപ്പമില്ല, ഓരോരുത്തരും ചെയ്യാം. ഇത് ഗുരു മഹാരാജിന്റെ ഒരു അഭിലാഷം, പരമപ്രധാനമായ അഭിലാഷം. അടുത്തത്, കൃഷ്ണാവബോധം പരിശീലിക്കുന്ന ഭക്തജനങ്ങളെല്ലാം കൃഷ്ണാവബോധം പരിശീലിക്കുന്ന എല്ലാ ഭക്തരും ഭക്തിശാസ്ത്രി, ഭക്തി വൈഭവ്, ഭക്തി വേദാന്ത, ഭക്തി സാർവഭൗമ, ഈ 4 ബിരുദങ്ങളുണ്ട്. ഇത് നേടണം. ഇത് ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഭഗവത്ഗീതയെ ശാസ്ത്രീയമായി പഠിക്കുക. ഇത് എല്ലാവരും, ഇത് പ്രഭുപാദർ ആഗ്രഹിച്ച ഒന്നാണ്. ഒരിക്കല് ഇന്നലെ മഹാരാജ് അതിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്ന ഒരു അനുഭവം. ഇന്നലെ ഇവിടെ വന്നിരുന്നു ഭക്തി വിജ്ഞാന നരസിംഹസ്വാമി മഹാരാജ് ഒരുപാട് സംഘം ഭക്തർക്ക് നൽകി. അപ്പൊ മഹാരാജ് തന്റെ അനുഭവം പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഒരു പുതിയ ഭക്തനായിട്ട് ആശ്രമത്തിൽ ചേർന്നപ്പോൾ ഒരു പത്രപ്രവർത്തകൻ അവിടെ വന്നിരുന്നു. ആ പത്രപ്രവർത്തകൻ എന്തൊക്കെയോ ചോദ്യം ചോദിച്ചു. മഹാരാജും ഒരുപാട് ഉത്തരം പറഞ്ഞു. അതെല്ലാം പത്രത്തിൽ പ്രിന്റായി വന്നു. ഉടനെ ഭക്തന്മാർ സന്തോഷത്തോടെ പത്രത്തിനെ കൊണ്ടുപോയി പ്രഭുപാദർക്ക് കൊടുത്തപ്പോൾ പ്രഭുപാദർ വായിച്ചിട്ട് പറഞ്ഞത്രേ, നോൺസെൻസ്, മഹാമണ്ഡത്തിൽ. എന്റെ ശിഷ്യന്മാർ എന്റെ പുസ്തകങ്ങൾ ശരിക്കും വായിക്കണം, വായിച്ചിട്ട് വേണം ഇതുപോലെയൊക്കെ പത്രത്തിൽ പോയി പ്രസംഗിക്കാൻ. എനിക്കറിയാം, പ്രഭുപാദരുടെ പുസ്തകം തുറന്നു പോലും നോക്കാതെ പ്രചാരണം നടത്തുന്ന ഭക്തരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. 3 മണിക്ക് ക്ലാസ് എന്ന് പറഞ്ഞാൽ 2:15 വല്ല അമ്പുലിമാമ, നാന, കുറുമ്പാറ്റ ഏതെങ്കിലും വായിച്ചിട്ട് എവിടെയെങ്കിലും വേണ്ടി കഥ ചെന്ന് പറഞ്ഞിട്ട് ക്ലാസ് എടുത്തിട്ട് വരുന്ന ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ. അപ്പൊ പ്രഭുപാദർ പറഞ്ഞു, എന്റെ പുസ്തകങ്ങൾ ഞാൻ രചിച്ചത് ആദ്യം എന്റെ ശിഷ്യന്മാര് വായിക്കാൻ വേണ്ടിയിട്ടാണ്. എന്റെ അടുത്തൊരു ഡിവോട്ടി ചോദിച്ചതാണ്, അപ്പൊ എനിക്ക് ക്ലാസ് ഉണ്ട്, എന്തെങ്കിലും ഒരു 2 പോയിന്റ് കഥ പറയോ? ഞാൻ പറഞ്ഞു, അങ്ങനെയൊക്കെ പറയാൻ പറ്റില്ല. ഞാൻ മുഴുവൻ ഗരുഡപുരാണം എടുത്ത് വായിച്ച് റെഡിയാക്കിയിരിക്കാം. 4-5 കഥ കിട്ടി. ഭഗവത്ഗീത ഭാഗവതം വായിച്ചില്ല, പ്രഭുപാദർ ഗരുഡപുരാണവും രചിച്ചിട്ടില്ല. നമ്മളിൽ പലരും ബുക്ക് വായിക്കുന്നത് ക്ലാസ് എടുക്കാൻ വേണ്ടി മാത്രം, ഇനി ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, സാക്ഷാത്കരിക്കാൻ വേണ്ടിയാണ്. സോ പ്രഭുപാദർ പറഞ്ഞു, എന്റെ ശിഷ്യന്മാർ, എന്റെ അനുയായികൾ ഈ പുസ്തകം അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ രചിച്ചത്. 18,000 ശ്ലോകം. ഒരു കൊറോണ കാലത്ത് അധികം പണിയില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് ബുക്സ് വായിച്ചു. 2-3 ദിവസം ഭാഗവതം ഇരുന്ന ദിവസം 2 മണിക്കൂർ വായിച്ചപ്പോൾ ഭയങ്കര ഉന്മേഷം തോന്നി. ഞാൻ എടുത്തു വെച്ച് ഓരോ ശ്ലോകത്തിനും വിശദീകരണം അവിടെ നിന്ന് ഇവിടെ ആ പ്രഭുപാദർ അവിടെ എഴുതി 2-3 ശ്ലോകം എഴുതിയപ്പോ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനായി. 2 ആഴ്ച കഴിഞ്ഞു, ആ 3 ശ്ലോകം ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. കൊറോണയും കഴിഞ്ഞ് വർഷം 4-5 അവിടെ തന്നെ ഉണ്ട്. അപ്പൊ ഇന്ന് ഞാൻ ആലോചിച്ചു, അപ്പൊ 18,000 ശ്ലോകം പ്രഭുപാദർ രചിച്ചിട്ടുണ്ടാവണമെങ്കിൽ അതിന് എടുത്ത സമയം, അത് ചെയ്യാൻ ഉള്ളിൽ ഉണ്ടായ ഒരു പ്രചോദനവും ഉന്മേഷവും അനുഗ്രഹവും ഇത് സാധാരണമല്ല. ഇപ്പൊ നമ്മളെ കൊണ്ട് എഴുതിക്കാനല്ല പ്രഭുപാദർ പറയുന്നത്, വായിക്കണമെന്ന് മനസ്സിലാക്കണം. അപ്പോ ഭക്തിശാസ്ത്രി, ഭക്തി വൈഭവ് എല്ലാ ഭക്തരും സ്വീകരിക്കണം, എടുക്കണം എന്നുള്ളതാണ് നിർദ്ദേശം മഹാരാജ്. അപ്പൊ ഇത് കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഫോം തരും. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പൂരിപ്പിക്കാം. ഇതാരും നിർബന്ധിക്കുന്നതല്ല. അപ്പൊ അതില് കൃഷ്ണാവബോധം അനന്തമായി പ്രചരിപ്പിക്കാൻ നമുക്ക് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്, എങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്നു. രണ്ടാമത്തത് ഭക്തിശാസ്ത്രി, ഭക്തി വൈഭവ്, ഓരോ ഭക്തരും അതിൽ ചേരണം. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഏത് വർഷം, കാരണം നമ്മുടെ ഭക്തരെടുത്ത് ഞാൻ നിരന്തരം നേരിടുന്ന ഉത്തരം, സത്സംഗത്തിൽ വരോ ഭഗവാൻ അനുഗ്രഹിക്കുന്നത് വരാം, ജപിക്കോ ഭഗവാൻ പറയുമ്പോൾ ഭക്തിശാസ്ത്രി ഒരു ദിവസം ഞാൻ ചെയ്യും. ആ ഒരു ദിവസം എന്താണെന്നുള്ളത് അറിയില്ല.
അതുകൊണ്ട് അവിടെ വർഷം ഒരു കോളം ഉണ്ട്, ആ വർഷത്തിൽ നമ്മൾ എഴുതണം. അത് രണ്ടാമത്തെ നിർദ്ദേശം. കാരണം ഈ വയ്യാത്ത അവസ്ഥയിൽ ഗുരു മഹാരാജ് ദിവസവും എത്ര രാത്രി, മിഞ്ഞാന്ന് കൽക്കട്ട എത്തിയത് അദ്ദേഹം ചെന്നൈയിൽ നിന്ന് രാത്രി 1:30 റൂമിൽ ചെന്ന് അദ്ദേഹത്തിന്റെ ഈ മെഡിക്കൽ കാര്യങ്ങളെല്ലാം നോക്കി കിടന്നത് 2:30. രാത്രി 2:30 മണി മുതൽ 3 മണി വരെ ചൈതന്യ ചരിതാമൃതം വായിച്ചിട്ടാണ് കിടന്നത്. ഇത്രയും അവസ്ഥയിൽ. അപ്പൊ ആരോ ശിഷ്യന്മാര് പറഞ്ഞു, നമ്മൾ വായിച്ചില്ലെങ്കിൽ പെട്ടു, ഗുരു മഹാരാജ് എന്തിനാ ഇത്രയും ബുദ്ധിമുട്ടുന്നത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം ഒറ്റ പതിയിൽ മറുപടി പറഞ്ഞു, നോ എക്സ്ക്യൂസ്. എനിക്ക് പറയാൻ എന്തില്ല കാരണമില്ല. നമുക്ക് അമ്പലത്തിൽ കണ്ടില്ല, പല്ലുവേദന, മഴയായി, ഞാൻ ഡ്രസ് ഇട്ടിട്ട് വണ്ടി എടുത്തു, മൂടില്ല, തിരിച്ചു പോയി. എന്തെല്ലാം ഇതെല്ലാം നമ്മൾ കേൾക്കുന്ന കാരണങ്ങളാണ്. മൂടില്ലായിരുന്നു, ഇന്നലെ വരാൻ ഒരു മൂടില്ലായിരുന്നു. ഗുരു മഹാരാജ് പറയുന്നു, എനിക്ക് ബുക്ക് വായിക്കാൻ നോ എക്സ്ക്യൂസ്. മാത്രമല്ല, ദിവസവും മായപ്പൂർ ക്ഷേത്രത്തിൽ ക്ലാസ് നടക്കുന്നത് അദ്ദേഹം മുറിയിൽ ഇരുന്നു കൊണ്ട്, ചിലപ്പം ആ ക്ലാസ് എടുക്കുന്ന ഒരു പുതിയ വ്യക്തിയായിരിക്കും, എന്നാലും ആ 40 മിനിറ്റ് ആ ക്ലാസ് ഡെയിലി മുടങ്ങാതെ അദ്ദേഹം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. നമുക്ക് യോജിക്കുന്നത് മാത്രമേ നമ്മൾ ചർച്ച ചെയ്യുന്നു. TOVV പ്രഭുപാദ ഗുരു മഹാരാജിന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ സാമ്രാജ്യം നിനക്ക് തരാണ് വളർത്തിയെടുത്തത്. മായപ്പൂർ പോയവർക്കറിയാം, 3000 ഏക്കറിലുള്ള ഭൂമിയിൽ അതിമനോഹരമായി ഏഷ്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രം അവിടെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ തന്നെ 10,000 അന്തേവാസികളാണ് മായപ്പൂരിൽ താമസിക്കുന്നത്. പ്രഭുപാദ ഗുരു മഹാരാജന് കൊടുത്ത നിർദ്ദേശം അത് 50,000 അന്തേവാസികളുള്ള ഒരു ടൗൺഷിപ്പ് ആക്കി മാറ്റണം. ഇപ്പൊ എത്ര അന്തേവാസികളാണ് അവിടെ താമസിക്കുന്നത്? ഇതിനകത്ത് 16 പേര്. എന്നാൽ പൂരത്തിന് ഒരു കുറവില്ല. അപ്പൊ 10,000 പേരുള്ള ഒരു സമുച്ചയം, ഒരു കമ്മ്യൂണിറ്റി കൊണ്ടുപോകണം. ഇപ്പൊ 50,000 ആക്കാനുള്ള ശ്രമം. ചൈതന്യ മഹാപ്രഭുവിന് ഈ ലോകത്തിനെ കുറിച്ച് അറിവുണ്ടാകും. ചൈതന്യ മഹാപ്രഭു ബംഗാൾ, ഒറീസ, അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ബംഗ്ലാദേശികൾക്കറിയാം മഹാപ്രഭു. ബംഗ്ലാദേശ് മുസ്ലിം രാജ്യമാണെങ്കിലും ബംഗ്ലാദേശിലുള്ളവർക്ക് എല്ലാവർക്കും ആരൊക്കെ അറിയാം? ചൈതന്യ മഹാപ്രഭുവിനെ അറിയാം. പക്ഷെ കേരളീസ ദക്ഷിണ ഭാരതത്തിൽ ഒട്ടുമേ അറിയാം. അപ്പോ ഞാനിപ്പോ ഒരു മെയിൽ അയച്ചു, ഇങ്ങനെ നമ്മൾ ചൈതന്യ മഹാപ്രഭുയുടെ 25ാം വാർഷികം ആഘോഷിച്ചു, ഇന്ന കാര്യങ്ങൾ നടന്നു എന്ന് പറഞ്ഞപ്പോ അതെല്ലാം അതിന് അപ്രിസിയേഷൻ മെയിലൊക്കെ അയച്ചിട്ട് അവസാനം പറഞ്ഞത്, മഹാപ്രഭുവിനെ കുറിച്ച്, ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് കേരളത്തിൽ എല്ലാവരെയും അറിയിക്കണം, വളരെ പ്രധാനമാണ്. കാരണം ഇത് ശാസ്ത്രത്തിലുള്ള ഒരു രഹസ്യമാണ്. കലികാലത്തിൽ കൃഷ്ണ ഭഗവാനെ അറിഞ്ഞാൽ കൃഷ്ണപ്രേമം കിട്ടില്ല, ചൈതന്യ മഹാപ്രഭുവിനെ അറിഞ്ഞാൽ മാത്രമേ കൃഷ്ണപ്രേമം കിട്ടുള്ളൂ. ഇതിപ്പോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലായി എന്നറിയില്ല. കലികാലത്തിൽ കൃഷ്ണ ഭഗവാനെ അറിഞ്ഞാൽ പോലും എന്ത് കിട്ടില്ല? കൃഷ്ണപ്രേമം കിട്ടില്ല. കലികാലത്തിൽ കൃഷ്ണപ്രേമം കിട്ടണമെങ്കിൽ ആരെ മനസ്സിലാക്കണം? ചൈതന്യ മഹാപ്രഭുവിനെ മനസ്സിലാക്കണം. കാരണം കൃഷ്ണ ഭഗവാൻ തന്നെ ചൈതന്യ മഹാപ്രഭുവായി വന്ന് കൃഷ്ണപ്രേമം വിതരണം ചെയ്തു. ഈ പൂർണ്ണ അവതാരം ഭഗവാൻ കൃഷ്ണ സ്വയം മഹാപ്രഭുവിനെ മനസ്സിലാക്കണം എന്നതാണ്. അതിനുവേണ്ടി ഇപ്പൊ ബംഗാളിലൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചാൽ, എവിടെയെല്ലാം മഹാപ്രഭുയുടെ ലീല നടന്ന, ബംഗാൾ മാത്രമല്ല ഭാരതം മുഴുവൻ എവിടെയെല്ലാം മഹാപ്രഭുയുടെ ലീലകൾ നടന്നോ അവിടെ എല്ലാം ചൈതന്യ മഹാപ്രഭുയുടെ പാദമന്ദിരം സ്ഥാപിക്കുക. കഴിഞ്ഞ 2 കൊല്ലത്തിൽ ഗുരു മഹാരാജ് 156 ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു, പാദമന്ദിരം സ്ഥാപിച്ചു. എത്രണ്ണം? 156 സ്ഥാപിച്ചു. നമുക്ക് ആ ഒരു ഇവിടെ മുഴുവനും നവദ്വീപ്, അവിടെ ഇവിടെ കേരളത്തിൽ നമുക്ക് അതിലും കുറച്ച് ഭാഗ്യമുണ്ട്. കാരണം മഹാപ്രഭു 5 സ്ഥലത്തെ കേരളത്തിൽ വന്നിട്ടുണ്ട്, 5 4 വന്നിട്ടുണ്ട്. ഒന്ന് ആദികേശവ ക്ഷേത്രം മഹാപ്രഭു വന്നതാണ്, അവിടെ ഓൾറെഡി പാദമന്ദിരം സ്ഥാപിച്ചു കഴിഞ്ഞു.
അടുത്തത് പത്മനാഭസ്വാമി ക്ഷേത്രം. 25 കൊല്ലം മുമ്പേ തിരുവിതാംകൂറുടെ അന്നത്തെ രാജാവായ തിരുമനസ് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് അനുഗ്രഹം അദ്ദേഹം ചോദിച്ചു അനുവാദം. കൊട്ടാരത്തിലുള്ളത് തന്നെ പിന്നീട് എല്ലാവരും അതിശയിച്ചു എങ്ങനെ സംഭവിച്ചു എന്ന്. കാരണം ഇപ്പൊ നമ്മുടെ ഓരോ സ്ഥലത്തും അനുവാദം വാങ്ങിക്കാൻ ആദികേശവ ക്ഷേത്രത്തിൽ അനുവാദം കിട്ടാൻ 15 കൊല്ലം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചോദിച്ച ഉടനെ എത്ര പേർ കണ്ടിട്ടുണ്ട് മഹാപ്രഭുയുടെ പാദം? 25 കൊല്ലമായി അവിടെ സ്ഥാപിച്ചത്. അപ്പൊ അവിടെ ഗുരു മഹാരാജ് പറഞ്ഞ ഒരു കാര്യം ഇതുവരെ നടന്നില്ല. അത് എങ്ങനെ ഓർക്കുന്നു? അദ്ദേഹം 2-3 വട്ടമേ വന്നിട്ടുള്ളൂ, അതും ആരോഗ്യമുള്ള സമയത്ത്. ഇപ്പൊ കഴിഞ്ഞ 20 കൊല്ലമായിട്ട് അല്ലെങ്കിൽ 15 കൊല്ലമായിട്ട് ഗുരു മഹാരാജ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്ത് കയറിയിട്ടില്ല. പക്ഷേ ഞാൻ ചോദിച്ചപ്പോ ഇങ്ങനെ 25ാം വാർഷികം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അവിടെ മഴ പെയ്താൽ പാദത്തിന്റെ നീല ചോർച്ചയുണ്ട്, അവിടെ എങ്ങനെയെങ്കിലും ഒരു മണ്ഡപം കെട്ടാൻ. ഈ അടുത്ത കാലത്തൊന്നും ഗുരു മഹാരാജ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്നിട്ടില്ല. 15ഓളം വർഷം എന്തോ ആയി. സ്ട്രോക്ക് വന്നതിന് ശേഷം ഒറ്റ തവണ വന്നു, പക്ഷെ അത് എല്ലാം പാദത്തിന്റെ അവിടെ നിന്നും പോയില്ല. മുൻപ് ഒരുപാട് തവണ വന്നിട്ടുണ്ട്. 2008 മുമ്പ്, 1990, 80കളിലൊക്കെ ഗുരു മഹാരാജ് ഓരോ പ്രാവശ്യത്തിലും അന്ന് മിഡിൽ ഈസ്റ്റ് ഗൾഫ് രാജ്യങ്ങളിൽ പോകണമെങ്കിൽ തിരുവനന്തപുരം മാത്രമേ ഉള്ളൂ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം. ചെന്നൈ, തിരുവനന്തപുരം. ഇന്ന് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിൽ കൂടെ തിരുവനന്തപുരത്ത് വന്നാണ് വിമാനം കയറി പോകുന്നത്. അന്താരാഷ്ട്ര വിമാനത്താവളം ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോഴൊക്കെ ഓരോ പ്രാവശ്യവും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകുമായിരുന്നു. അപ്പൊ പറഞ്ഞു മഴ പെയ്ത് ചോർച്ചയുണ്ട്, അതിനൊരു ഷെൽട്ടർ ചെയ്യണം, പൂര ചെയ്യണം. അപ്പൊ ഇവിടെ അനന്തപത്മനാഭസ്വാമി, ആദികേശവ സ്വാമി, വർക്കല ജനാർദ്ദന സ്വാമി, ചെങ്ങന്നൂർ, ചേർത്തല, ഇത്രയും സ്ഥലത്താണ് 600 വർഷങ്ങൾ മുമ്പ് ചൈതന്യ മഹാപ്രഭു വന്നത്. എന്നാൽ ചെങ്ങന്നൂരിലും ചേർത്തലയിലും എവിടെയാണെന്ന് ഇതുവരെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം നമുക്ക് കിട്ടിയിട്ടുള്ള ഒരേ ഒരു നിർദ്ദേശം ചെങ്ങന്നൂരിലും ചേർത്തലയിലും ചൈതന്യ മഹാപ്രഭു ശ്രീരാമചന്ദ്രമൂർത്തി ക്ഷേത്രത്തിൽ പോയി ദർശനം എടുത്തു എന്ന്. പക്ഷെ ഈ 2 ടൗണിലും ശ്രീരാമക്ഷേത്രം ഇല്ല. അപ്പോ കൃത്യമായിട്ട് അറിയില്ല, എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്കിപ്പോ പെൻഡിങ് ഉള്ളത് ഇതൊക്കെ ഗുരു മഹാരാജ് പറഞ്ഞെങ്കിലും ഈ ആഗ്രഹം പൂർവാചാര്യന്മാർ ഭക്തി സിദ്ധാന്ത സരസ്വതി കാപ്പൂർ എഴുതി വെച്ചതാണ്. എവിടെയെല്ലാം ചൈതന്യ മഹാപ്രഭു പോയിട്ടുണ്ടോ അവിടെയെല്ലാം പാദമന്ദിരം സ്ഥാപിക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ വർക്കലയിൽ ചെയ്യാൻ പോകും. കൂടിയ വേഗം തന്നെ ഭാവിയിൽ തന്നെ ചെങ്ങന്നൂരിലും നമുക്കൊരു സമുച്ചയം ഉണ്ടാകും. ഇതെല്ലാം ആചാര്യ പരമ്പരയുടെ ആഗ്രഹമാണ്. അപ്പോ ഈ ഒരു ദൗത്യത്തിൽ നിങ്ങൾക്ക് സഹായിക്കാം, അല്ലെങ്കിൽ അതിനൊരു പങ്കുവച്ചേരാം. ഇതില് ഇപ്പൊ നമ്മൾ വർക്കലയിൽ സ്ഥാപിക്കും. ഭാഗ്യം ചൈതന്യ മഹാപ്രഭു അധികം കേരളത്തിനകത്ത് വന്നില്ല. മലയാളികളെ കുറിച്ച് അന്നേ അറിഞ്ഞുകൊണ്ടായിരിക്കാം അധികം സഞ്ചരിച്ചത്. അപ്പൊ അതിനുവേണ്ടി മധുരയിൽ ഗുരു മഹാരാജ് മറ്റ് സന്യാസി വര്യന്മാരും മഹാഭക്തരും അഭിഷേകം ചെയ്ത് തന്ന പാദം, ചൈതന്യ മഹാപ്രഭുയുടെ പാദമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇപ്പൊ അവിടെ ക്ഷേത്രപ്പണി പൂർത്തിയാകുമോ? സ്ട്രക്ചർ ആയിക്കൊണ്ടിരിക്കുന്നു. ഈ കൊല്ലം 2025 തന്നെ പൂർത്തീകരിക്കണം എന്ന് ആഗ്രഹം. പൂർത്തിയാകുമ്പോൾ ഈ പാദങ്ങൾ അവിടെ സ്ഥാപിക്കും. അപ്പോ മൂന്നാമത്തെ വിഷയം, എങ്ങനെ കേരളത്തിനകത്ത് മഹാപ്രഭുവിനെ എല്ലാവർക്കും പരിചയപ്പെടുത്താം. അതും ആ ഫോമിലോട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം എന്നുള്ളത് ശരി. പിന്നെ പ്രഭുപാദർ ഗുരു മഹാരാജിന്റെ അടുത്ത് പറഞ്ഞ 60 നിർദ്ദേശമാണ്. ഒന്നെന്താ വെച്ചാൽ എല്ലാ മാസവും ഭഗവത്ഗീത, ഭാഗവതം, അതിനെ ആസ്പദമാക്കിയുള്ള ഗ്രന്ഥങ്ങൾ, വലിയ പുസ്തകങ്ങൾ 10,000-ഉം ചെറിയ പുസ്തകങ്ങൾ 1,00,000-ഉം വിതരണം ചെയ്യും. എത്രയാണ് നമ്മൾ ഓരോ മാസവും 10,000 വലിയ പുസ്തകവും ചെറുത് 1,00,000. നമ്മളെ കൊണ്ടൊന്നും അത്രയൊന്നും സാധിക്കില്ല. എന്നാൽ നമ്മൾ ഒന്ന് ചെയ്താലും അതില് ആ ഗുരുവിന്റെ ആഗ്രഹം ഒരു ഗ്രന്ഥം. കാരണം പ്രഭുപാദർ പുസ്തക വിതരണത്തിനെ കുറിച്ച് ഒത്തിരി സംസാരിച്ചിട്ടുണ്ട്. കലികാലത്തിൽ, അതായത് ഭാഗവതത്തില് 4 മൂല്യങ്ങളാണ് ഈ കലിയുഗത്തിനെ രക്ഷിക്കുന്നതെന്ന് പറയുന്ന ആദ്യത്തെ സ്കന്ധത്തിലുണ്ട്. 4 മൂല്യങ്ങൾ എന്തൊക്കെയാണ്?
പരിശുദ്ധി, സത്യസന്ധത, തപസ്യ, ഇനിയൊന്ന് ദയ. ദയ, പരിശുദ്ധി, സത്യസന്ധത, തപസ്യ. ഇതിൽ കലികാലത്തിൽ മൂന്നും പോയി. ഒന്നുമില്ല, ദയയില്ല, മത്സ്യവർഗ്ഗങ്ങൾ കഴിക്കുന്നതുകൊണ്ട്. പരിശുദ്ധിയില്ല, സ്ത്രീ പുരുഷ ബന്ധമെല്ലാം ശാസ്ത്രവിരുദ്ധമായി നടക്കുന്നതുകൊണ്ട് പരിശുദ്ധിയില്ല. മദ്യപാനം, ചൂതുകളി, ലഹരി, തപസ്യ പോയി കഴിഞ്ഞു. ഇപ്പോഴും ആ ബുക്ക് സ്റ്റാളിൽ വെച്ചിരിക്കുന്ന ആ ഗ്രന്ഥത്തിന്റെ രൂപത്തിലാണ് എന്ത് നിൽക്കുന്നത്? സത്യസന്ധത നിൽക്കുന്നത്. അതിനകത്ത് ഇപ്പൊ ഒരു പുസ്തകം അവിടെ പോയി എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരു അക്ഷരം, ഒരു ശബ്ദം പോലും വിരുദ്ധമായതല്ല, ഈ പ്രപഞ്ചത്തിനെ താങ്ങി നിൽക്കുന്നതാണ്. അപ്പൊ അത് എത്ര വിതരണം ചെയ്യും നമ്മളെ കൊണ്ട്. പിന്നെ ഒരു ദിവസം പ്രഭുപാദർ രാവിലെ വളരെ മുഖമെല്ലാം ഒരു മ്ലാനത, ഒരു വിഷമം. ഗുരുമഹാരാജ് പ്രഭുപാദരുടെ മുറിക്കകത്ത് ചെന്നപ്പോ പ്രഭുപാദർ പറഞ്ഞു, ഞാനിപ്പോ ജസ്റ്റ് എന്റെ ബാൽക്കണിയിൽ നിന്ന് നോക്കുകയായിരുന്നു. നമ്മുടെ അന്തേവാസികൾ കഴിച്ചിട്ട് കൊണ്ടുപോയി ചവറ്റുകുട്ടയിൽ കളയുന്ന ഭക്ഷണം വേസ്റ്റില് കുറെ നായ്ക്കൾ വന്ന് കഴിക്കുന്നുണ്ട്. എവിടെ നിന്നോ കുറെ കുട്ടികൾ ഓടി വന്ന് ഈ നായ്ക്കളെ എല്ലാം പിടിച്ച് മാറ്റിയിട്ട് അവർ ഈ എച്ചി ഇലയിൽ നിന്ന് വാരി വാരി കഴിക്കും. 1970-കളിലൊക്കെ 60-70-കളിലൊക്കെ ഇന്ത്യയിൽ വലിയ പട്ടിണിയൊക്കെ ഉണ്ടായി. കേരളത്തിൽ 1940-ൽ മരിച്ചീനി വന്ന കഥയും അങ്ങനെയാണ്. 40-കളിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം കേരളത്തിൽ വലിയ ഒരു ഫെമൈൻ, പട്ടിണി ഉണ്ടായി. തിന്നാനൊന്നുമില്ലാതെ ഉള്ളത് മുഴുവൻ നമ്പൂതിരികളും ബ്രാഹ്മണരും അതിനെ കൈക്കല്ലാക്കി. പിന്നെ കുറച്ചുള്ളത് അന്നത്തെ മേധാവികളായിരുന്ന നായർ തറവാടുകാർ, അവർ കുറച്ചിങ്ങനെ പിടിച്ചു വെച്ചു. മറ്റുള്ളവർക്കെല്ലാം ഭക്ഷണമില്ലാത്ത അങ്ങനെയൊക്കെ ഒരു കാലഘട്ടം കേരളത്തിലുണ്ടായി. അങ്ങനെ അന്ന് സർക്കാർ സൗത്ത് അമേരിക്കയിൽ ഇറക്കിയ സാധനമാണ് ഏത്? ഇന്ന് നമ്മൾ വിചാരിക്കുന്നു കേരളത്തിന്റെ തനതായ ഭക്ഷണമാണ് മരച്ചീനിയും മറ്റേ എന്താ പറയാ മുളക്, തേച്ച്, ഇതൊക്കെ നമ്മുടെ ഭക്ഷണം വിചാരിക്കുന്നു. പക്ഷെ അത് ഗതിയില്ലാതെ പോയപ്പോൾ ബ്രസീൽ, സൗത്ത് അമേരിക്കയിൽ നിന്ന് കേരളത്തിനകത്ത് വന്ന ഭക്ഷണമാണ് ഈ കിഴങ്ങെന്ന് പറയും, ടാപ്പിയോക്ക. അപ്പൊ പ്രഭുപാദ് വളരെ വിഷമത്തിലായിരുന്നു, ഡിസ്റ്റർബ്ഡ് ആയിട്ട്. അപ്പൊ ഗുരുമഹാരാജ് ചോദിച്ചപ്പോൾ എന്റെ ആഗ്രഹം, എവിടെയെല്ലാം ഹരേ കൃഷ്ണ ക്ഷേത്രമുണ്ടോ അതിനെ ചുറ്റി 10 മൈലിൽ ഒരാൾ പോലും വിശന്നു പോവാൻ പാടില്ല. അപ്പൊ ഗുരുമഹാരാജ് മായപ്പൂരിൽ അന്നദാനം സ്റ്റാർട്ട് ചെയ്തു. ഇന്നും ദിവസവും ആയിരക്കണക്കിന് ജനങ്ങൾക്ക് അവിടെ അന്നദാനം കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പൊ നമ്മളും ചെറിയ രീതിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ നിരന്തരമായിട്ടോ ഡെയിലി അങ്ങനെയൊന്നും ആയി തുടങ്ങിയിട്ടില്ല. പക്ഷെ ഭാവിയിൽ ഈ ക്ഷേത്രത്തിൽ അപ്പൊ അതും ഒരു കൽപ്പനയാണ്. അതിലേക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിലേക്ക് വരാം. പിന്നെ പറഞ്ഞു മായപ്പൂരിൽ ക്ഷേത്രത്തിൽ 24 മണിക്കൂറും. മായപ്പൂർ പോയവർ എത്രയുണ്ട്? വൃന്ദാവനം, മായപ്പൂർ കുറച്ച് പേര്. ഇവിടെ പോയാൽ 24 മണിക്കൂറും ക്ഷേത്രത്തിൽ നാമസങ്കീർത്തനം നടന്നുകൊണ്ടിരിക്കും. നിങ്ങൾ അഭേദാനന്ദ ആശ്രമത്തിൽ കണ്ടിട്ടുണ്ടോ? ഹരേ രാമ ഹരേ രാമ 56-ഓ 55-ഓ അഭേദാനന്ദ സ്വാമി തുടങ്ങി വെച്ചതാണ്. ഇപ്പൊ ചെന്നാലും അടുത്ത 4 വർഷത്തേക്ക് ബുക്കിംഗ് ആണ്. നല്ലൊരു കാര്യം. രാവും പകലും ആൾക്കാർ വീണയെടുത്ത് ഇങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഓരോ ഇസ്കോൺ ക്ഷേത്രത്തിലും 24 മണിക്കൂറും നാമസങ്കീർത്തനം നടക്കണം, ജപം നടക്കണം. ജപമോ സങ്കീർത്തനം. അപ്പൊ നമ്മളിപ്പോ വിചാരിക്കുന്ന ആദ്യത്തെ പടിയായിട്ട് അറ്റ്ലീസ്റ്റ് ഏകാദശി ഒരു രാവിലെ 8 മുതൽ വൈകിട്ട് 8, അല്ലെങ്കിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 5 മണി വരെ ഇവിടെ നാമജപം ആരെങ്കിലും തുടർന്ന് ചെയ്യുക, അല്ലെങ്കിൽ കീർത്തനം ചെയ്യുക. ഏകാദശി എന്ന് വെച്ചാൽ മാസത്തിൽ 2 ദിവസം അങ്ങനെ ഒരു സേവനം. പിന്നെ കഴിഞ്ഞ 2-3 തവണ വന്നപ്പോ പറഞ്ഞു, വളരെ ഗുരുമഹാരാജ് പറഞ്ഞു, ഒരു ഡോക്ടറോ ഒരു നർസോ സന്ദർശിച്ചതിനേക്കാളും കൂടുതൽ ആശുപത്രികൾ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. കാരണം ഒരു ദിവസം വീട്ടിലാണെങ്കിൽ ബാക്കി 2 ദിവസം ഞാൻ എവിടെയാണ്? ആശുപത്രിയിലാണ്. എവിടെ? ലോകം മുഴുവനും, അലാസ്ക, ടെക്സസ്, ഓസ്ട്രേലിയ, ഏതൊക്കെ കോണിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്.
ഭൂമിയുടെ എവിടെ ഏത് ആശുപത്രിക്ക് പോയാലും അവിടത്തെ നർസ് ആരും ചോദിച്ചു കഴിഞ്ഞാൽ മലയാളി പെണ്ണാണ്. ഞാൻ ലോകം മുഴുവനും സഞ്ചരിച്ചിട്ടു, എവിടെ പോയാലും നർസുകൾ ലോകം മുഴുവനും മലയാളീസാണ്. അപ്പൊ ഉടനെ ഞാൻ മലയാളത്തിൽ ഒരു വാക്ക് ഗുരുമാരാൻ അറിയാവുന്ന ഒരു വാക്ക് നന്ദി അത് പറയും. അവർ ഭയങ്കര ഇപ്പം ടെക്സസിലിരിക്കുന്ന ഒരാളൊന്ന് മലയാളം പറയുവാൻ ആ നർസുമാർക്കൊക്കെ ഭയങ്കര സന്തോഷം. അവരെടുത്ത് രണ്ടോ വാക്ക് സംസാരിച്ചതിന് ശേഷം ക്ലിക്കർ അവർക്ക് സമ്മാനമായി കൊടുത്തു. ഈ നാമജപം ചെയ്യുന്ന ഇലക്ട്രോണിക് ക്ലിക്കർ. ഇപ്പല്ല, 2 വർഷം മുമ്പ് എൻ്റെ അടുത്ത് ഒരു കണക്ക് പറഞ്ഞു. സെക്രട്ടറിയെ വിളിച്ച് കണക്കെടുക്കാൻ പറഞ്ഞു. കണക്കെടുത്തപ്പോൾ അവർ പറഞ്ഞു, ഇതുവരെ എത്ര മലയാളി നഴ്സിന് ക്ലിക്കർ കൊടുത്തിട്ടുണ്ട്? 1230 എപ്പോ? 2 കൊല്ലം മുമ്പ്. നമ്മൾ കേരളത്തിൽ ഇരുന്ന് പ്രചരണം ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഈ മലയാളീസിനെല്ലാം ഗുരുമാരായ നഴ്സുമാർക്കെല്ലാം ഇന്റർനാഷണലി റീച്ചിങ് നടത്തിയിട്ടുണ്ട്. ഇവിടെ 2-3 തവണ ഇവിടെ പറഞ്ഞു, കേരളത്തിൽ കുറച്ച് ഈ ക്രിസ്ത്യാനികൾക്കും കൂടെ പ്രചരണം തുടങ്ങി. അല്ല, 20-25% കേരളത്തിലുള്ളത് ക്രിസ്ത്യൻ. പക്ഷെ ഈ ക്രിസ്ത്യൻസിന് നിങ്ങൾ അതിൻ്റെ ഒരു ചരിത്രം പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഒരു 200 കൊല്ലം മുമ്പേ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെല്ലാവരും നമ്പൂതിരി തറവാട്, ബ്രാഹ്മിൻ തറവാട് എല്ലാം പക്ക മലയാളികൾ. നമുക്ക് തന്നെ ഇന്ന് തന്നെ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൽ ഒരുപാട് ക്രിസ്ത്യാനികളുണ്ട്. ഗുരു മഹാരാജ് പറഞ്ഞു, പതുക്കെ ക്രിസ്ത്യൻസിന് ഭാഗവതം ഭഗവത്ഗീത ധർമ്മം പറഞ്ഞു കൊടുക്കുക. കാരണം കേരളത്തിൽ ക്രിസ്ത്യൻസ് ആണെങ്കിലും അവർ കുറെ കൂടെ ഹിന്ദുക്കളാണ്. കാരണം എവിടെ പോയാൽ അമ്പലത്തിൽ കൊടിമരമുണ്ട്, വിളക്ക് പൂജയുണ്ട്, ഐശ്വര്യ പൂജയുണ്ട്, സർവത്ര പരിപാടി അമ്പലത്തിലൊക്കെ പള്ളികളിലുണ്ട്. ഞാനും ഒരുപാട് ക്രിസ്ത്യൻസിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അടുത്ത് കാണുന്ന നഴ്സ്, ഡോക്ടേഴ്സ് എല്ലാം 2-3 ചോദ്യങ്ങൾ ചോദിക്കും, അത് കഴിഞ്ഞാൽ അവർ ജപിക്കാൻ തയ്യാറാകും. അത് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ക്രിസ്ത്യൻസിനെയൊക്കെ റീച്ച് ചെയ്യണം എന്ന് പറഞ്ഞു. അതിൽ നമ്മളൊരു തുടക്കം. ഇതൊക്കെ സമ്പ്രദായം പരമ്പരാഗതമായി നടക്കാൻ പോകുന്ന കാര്യമാണ്. നമ്മൾ ചിലപ്പോൾ ചെറിയൊരു ശ്രമമായിരിക്കും ചെയ്യുന്നത്. അടുത്ത 20-25 കൊല്ലത്തിൽ നമ്മളൊന്നും കാണത്തില്ല. അടുത്ത തലമുറ ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ കുറേ ആൾക്കാർ അവർ രൂപീകരിച്ചിട്ടുണ്ടാകും. ഗുരുവിന്റെ വലിയ ഒരു ശൃംഖലയിൽ നമ്മളെല്ലാം ഇപ്പോൾ ഒരു ചെറിയ എലിമെന്റ് ആവാനുള്ള ശ്രമമാണ്. പിന്നെ ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, അതായത് ഉദ്ഘാടനം കഴിഞ്ഞു, എല്ലാവരും അതിഥികളൊക്കെ പോയി കഴിഞ്ഞു, അമ്പലമൊക്കെ മൊത്തം അലങ്കോലമായി കിടക്കുന്നതൊക്കെ ഒതുക്കുന്ന സമയം രാവിലെ ഗുരുമഹാരാജ് പോവാണ്. അപ്പൊ അന്തേവാസികൾ എല്ലാവരും താഴെ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പൊ കഴിഞ്ഞു, ഉത്സവം സന്തോഷമായിട്ട് കഴിഞ്ഞു, ഇത് കഴിഞ്ഞാൽ എല്ലാവരും അവരവരെ പണി നോക്കി പോകും. നിങ്ങൾ ആരും മനസ്സിൽ വിചാരിക്കരുത് ഗുരു ഞങ്ങൾക്ക് ഇത്ര വലിയ ഭാരം തന്നല്ലോ എന്ന് വിചാരിക്കരുത്. കാരണം ഇവിടെ സേവിക്കുന്നവർക്ക് ആർക്കും ശമ്പളമില്ല. ഇവിടെ 20ഓളം ഭക്തജനങ്ങൾ മുഴുനേര പ്രവർത്തനത്തിലും പിന്നെ ഒരു 20-25ഓളം പേര് ആഴ്ചയിൽ പല സമയങ്ങളായി വന്ന് സേവിക്കുന്നവർക്ക് ആർക്കും ശമ്പളമില്ല. അപ്പൊ ഗുരു മഹാരാജ് പറഞ്ഞത് കുറച്ച് കഴിയുമ്പോൾ ഇതൊരു ഭാരമായി തോന്നുന്നു. ഗുരു ഞങ്ങളുടെ തോളിൽ വലിയ ഭാരം തന്നു എന്ന് വിചാരിക്കരുത്. ഈ ഭാരം നിങ്ങൾ ഏറ്റെടുക്കുന്നത് കൊണ്ട് നിങ്ങൾ നിത്യമായ സ്വതന്ത്രരായി മാറുന്നു. ഒരുപാടും തോറും നിങ്ങൾ ബന്ധനസ്ഥരായി മാറും. ഈ ഭാരം, ദ ബർഡൻ ഓഫ് ലവ്, സ്നേഹഭാരം, ഈ സ്നേഹഭാരത്തിനെ നമ്മൾ തോളിലെടുക്കും തോറും നമ്മൾ എന്താകുന്നു? നിത്യമായ മുക്തരായി മാറും. അതുകൊണ്ട് ശ്രീ കൃഷ്ണ ബലരാമനെ നിങ്ങൾ അത് കഴിയുന്ന രീതിക്ക് സന്തോഷമായി സേവനം അനുഷ്ഠിക്കുക. അതൊരു ഭാരമായെന്ന് വിചാരിച്ച് ചെയ്യരുത്. പിന്നെ ഇത് ഇപ്പൊ 2-3 വട്ടം ഇത് അവസാനത്തെ കാര്യം പോയിന്റ് ഗുരു മഹാരാജ് പറഞ്ഞത്, ഇപ്പൊ തന്നെ ഞാൻ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ ഒരുപാട് ഭക്തരെ കാണുന്നുണ്ട്. ഉത്തരവാദിത്തങ്ങളിലിരുന്ന് മാറി പോകുന്നവരെ കാണുന്നുണ്ട്. ഗുരുവിന് വേണ്ടിയും പ്രഭുപാദർക്ക് വേണ്ടിയും നമ്മൾ കൃഷ്ണാവബോധത്തിന്റെ ഉത്തരവാദിത്തം തോളിൽ ഏറ്റെടുക്കണം. അതിൽ കൂടെ നമ്മുടെ ആധ്യാത്മിക വളർച്ച വളരെ വേഗമായിരിക്കും. ഇപ്പൊ നമുക്കൊരു സർവീസ് ഒക്കെ വരുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ അതിനൊക്കെ ഒഴിഞ്ഞു മാറാറുണ്ട്. അവരെ ഏൽപ്പിച്ചൂടെ, ഇവരെ ഏൽപ്പിച്ചൂടെ, അറിയാം ഫോൺ വരുന്നത് ഇന്ന ഫോൺ എടുക്കത്തില്ല,
കുറച്ച് ബിസിയായി, ഫോൺ വിളിച്ചോ, എന്റെ ഫോൺ അടിച്ചേ. ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതോടാണ് നമ്മൾ കൃഷ്ണാവബോധത്തിൽ വളരുന്നത്. അപ്പോ ഇനിയുമുണ്ട് ഗുരുമഹാരാജൻ പ്രഭുപാദൻ തന്ന നിർദ്ദേശങ്ങൾ. മായപ്പൂർ നവദ്വീപ് വളർത്തണം, ലീലാസ്ഥലികൾ വളർത്തണം, വിദേശീയർക്ക് ജഗന്നാഥ് പുരിയിൽ പ്രവേശിക്കാൻ അനുവാദം വാങ്ങിച്ചു കൊടുക്കണം, ശ്രീല പ്രഭുപാദർക്ക് എന്നും റോസാപ്പൂ സമർപ്പിക്കണം. ഇങ്ങനെയൊക്കെ ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് നെറ്റിൽ പോയാൽ കാണാൻ സാധിക്കും. സോ നമ്മൾ ഈ ഒരു വ്യാസപൂജയിൽ എടുക്കുന്ന സങ്കല്പം ഉത്തരവാദിത്തമുള്ള ഭക്തരായി. അപ്പോൾ എല്ലാവർക്കും ഇപ്പൊ ഫോം വിതരണം ചെയ്യും. ഇത് പ്രധാനമായിട്ടും ദീക്ഷ എടുക്കുന്നവർക്കും ദീക്ഷ എടുക്കാൻ താല്പര്യമുള്ളവർക്കും. ഇസ്കോൺ സമ്പ്രദായത്തിൽ ഏത് ഗുരുവിലിരുന്ന് ദീക്ഷ എടുത്താലും അത് നമുക്ക് ഇതിനുള്ള വിഷയമല്ല. പുതിയ ആൾക്കാർ ഇത് കണ്ട് ടെൻഷൻ അടിക്കേണ്ട, പുതിയ ആൾക്കാർക്ക് വേണ്ടിയുള്ളതല്ല, പുതിയതായ ആൾക്കാർക്ക് വേണ്ടിയുള്ളതല്ല. സോ ഈ ഫോമിൽ 5 മിനിറ്റ് ഈ ഹാളിൽ ഇരുന്ന് ഇതിൽ ആദ്യത്തെ 1ഉം 2ഉം എല്ലാവർക്കും നിർബന്ധമാണ്. എന്താണ്? ഞാൻ കൃഷ്ണാവബോധം എങ്ങനെ പ്രചരിപ്പിക്കും? കാരണം ഗുരുമഹാരാജ് പ്രഭുപാദ പറഞ്ഞു, ഓരോ കൃഷ്ണാവബോധം മനസ്സിലാക്കിയ ഓരോ വ്യക്തിയും ഇത് ഈ ഒരാൾക്ക് പറഞ്ഞു കൊടുത്തേ മതിയാകും. നമ്മളൊരു നല്ല സിനിമ കണ്ടു, സിനിമ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു, നമ്മൾ എന്ത് ചെയ്യും? ഉടനെ എല്ലാവരും പറയും നന്നായിരുന്നു, നന്നായിരുന്നു. ഒരു ഹോട്ടലിൽ പോയി കഴിച്ചു, ഇഷ്ടപ്പെട്ടു, നന്നായിരുന്നു, നന്നായിരുന്നു, എല്ലാവരും പറയും. അപ്പൊ ഇത്രയും വലിയ ഒരു അനുഗ്രഹം കിട്ടിയിട്ട്, നല്ലത് കിട്ടിയിട്ട് നമ്മളിത് ആൾക്കാരെ പറയും. അപ്പൊ എങ്ങനെയാണത് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതിനൊരു വരി കൊടുത്തിട്ടുണ്ട്, അത് എഴുതുക. രണ്ടാമത്തതും എല്ലാവർക്കും നിർബന്ധമാണ്. എന്താണ്? ഭക്തിശാസ്ത്രി ഭക്തി വൈഭവം ഞാൻ ചേരാൻ പോകുന്നു. ഏത് വർഷം ചേരാൻ പോകുന്നു അത് ആ വർഷം കൂടെ അവിടെ എഴുതാം. പിന്നെ മൂന്നാമത്തെ തൊട്ട് താഴോട്ടുള്ളത് അവരവരുടെ സ്വന്തം താല്പര്യം അനുസരിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ അത് വായിച്ചിട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യാം. ഇംഗ്ലീഷിലും ഉണ്ട്, മലയാളത്തിലും ഉണ്ട്. അവസാനം നിങ്ങളുടെ പേരും ഫോൺ നമ്പർ. ഇത് വെച്ചിട്ട് ആരും നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യില്ല, നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. ഗുരുമഹാരാജിനെ അയക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വ്യാസപൂജ ദിവസം ഗുരുമഹാരാജിന്റെ സന്ദേശം ഭക്തജനങ്ങളായിട്ട് വായിച്ചു, അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. ഇതാണ് ലഭിച്ച ഫീഡ്ബാക്ക് എന്ന് ഒരു റിപ്പോർട്ട് അയക്കാൻ വേണ്ടിയിട്ടാണ്.